23,000 ജീവനക്കാരുള്ള KSRTC 2,700 പേർക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാന്ന് എഴുതി തന്നിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? പോകില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? പോകില്ല. എമർജൻസി ഉള്ള സ്ഥലം ടിക്കറ്റ് ആൻഡ് ക്യാഷാണ്. ഈ ടിക്കറ്റ് ആൻഡ് ക്യാഷിൽ ഇരിക്കാൻ ആരും തയ്യാറല്ല. എല്ലാവർക്കും അസുഖമാണ്. രാത്രി ഉറക്കൊഴിക്കാൻ വയ്യ. എന്നാൽ ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലൈറ്റ് ഡ്യൂട്ടി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, 23,000 ജീവനക്കാരുള്ള KSRTC 2,700 പേർക്ക് ജോലി ചെയ്യാൻ ആരോഗ്യമില്ലാന്ന് എഴുതി തന്നിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? 10% മേളിലാണ്. അപ്പൊ ഈ ജോലി ചെയ്യാൻ അപ്പൊ ഡോക്ടർ എഴുതി തന്നു, ഇവരെ രാത്രി മരുന്നൊന്നും കഴിക്കേണ്ടവരല്ല, ഇവർക്ക് രാത്രിയിൽ ടിക്കറ്റ് ആൻഡ് ക്യാഷ് ജോലി ചെയ്യാം. അതനുസരിച്ച് നിയമിച്ചു. പോകില്ല. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? പോകില്ല. രാത്രി ആരിയിരിക്കും? അപ്പൊ കുറച്ച് ആളുകൾ, അപ്പൊ ഈ ഡെയിലി ബേസുകാരെന്ന് വെച്ചാൽ അവരെ കൊണ്ട് രാത്രി പണിയെടുപ്പിക്കുക, എന്നിട്ട് മറ്റുള്ളവർ പകൽ ലീവ് എടുക്കുക. ഈ ഇത്രയും കമ്പ്യൂട്ടറൈസേഷൻ വന്ന സ്ഥിതിക്ക് അത്ര ആളിന്റെ ആവശ്യമില്ല. KSRTC ലോൺ എടുത്താണ് ശമ്പളം കൊടുക്കുന്നത്. ഇത് മാനേജ് ചെയ്തുകൊണ്ട് പോകേണ്ട ഒരു ചരട് കെട്ടിയിട്ട് അതിനെ കൂടെ സർക്കസ് നടക്കുകയാണ്. അതിനെ ഒന്ന് സ്റ്റേബിൾ ആക്കണമെങ്കിൽ പലിശ, അതായത് ഇന്നത്തെ കണക്കനുസരിച്ച് 76 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് ഓടി നിൽക്കുക. ഈ 76 കോടി രൂപയുടെ ഓവർ ഡ്രാഫ്റ്റിന്റെ പലിശ ഒരു മാസം ശരാശരി 50 ലക്ഷം രൂപ, ഏറ്റവും കുറഞ്ഞത്. ഈ 50 ലക്ഷം രൂപ പലിശ കൊടുത്തിട്ടാണ്, ഇത് സർക്കാർ തരുന്നില്ല, KSRTC വരുമാനത്തിന് എടുക്കുകയാണ്. ഈ 50 ലക്ഷം രൂപ എടുത്തിട്ടാണ് ഈ ശമ്പളം കൊടുക്കുക. ശമ്പളം 1-ാം തീയതി കൊടുക്കണമെങ്കിൽ എല്ലാം ഓക്കെ. ഈ ഓവർ ഡ്രാഫ്റ്റ് ഓടിയിട്ട് ഈ 50 ലക്ഷം രൂപ ശമ്പളം എടുത്തിട്ടാണ് നമ്മൾ പലിശ എടുത്തിട്ടാണ്. അപ്പൊ ആ പലിശ എടുക്കുന്ന പണം എവിടുന്ന് വരുന്നു? വരുമാനം വർദ്ധിച്ചാൽ വരില്ല. എവിടെങ്കിലുമൊക്കെ ചെലവ് കുറയ്ക്കണം. അനാവശ്യമായ എല്ലാ ചെലവും വെട്ടി കുറയ്ക്കാം. സോളാർ വയ്ക്കാൻ പണം തന്നാൽ കോടിക്കണക്കിന് വൈദ്യുതി ലാഭിക്കാം. ആ വൈദ്യുതി ലാഭിക്കുമ്പോൾ ആ പണമൊക്കെയാണ് ഈ പലിശ കൊടുക്കുന്നത്.